താടി മുടിയൊക്കെ നരച്ച് പെട്ടെന്ന്. 10-45 വയസ്സ് പിന്നെ ഒന്നും അരയ്ക്കത്തില്ലേ? 45 വയസ്സ് നിന്റെ പ്രായം. ഞാൻ ഇപ്പോഴും ഡൈ ചെയ്ത് കഴിഞ്ഞാൽ 30 വയസ്സുള്ള. എനിക്ക് ഡൈ ചെയ്യണം, എനിക്ക് ഡൈ ചെയ്യണ്ട. അശ്വന്റെ ഉണ്ടല്ലോ, ഒരു പെങ്കൊച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഡൈ ചെയ്താൽ കാണാൻ സുന്ദരനാണ്. ഡൈ എന്ന് പറഞ്ഞാൽ ചത്തി എടുക്കാന്നായിരിക്കും, മറ്റേ ഡൈയാ. അളിയാ, പഠിക്കാൻ പോണം. ഡൈ എന്ന് പറഞ്ഞാലേ മുടി തേക്കുന്ന ഡൈ അല്ല, ചത്ത് കിടക്കുന്ന ഡൈ അല്ല. എന്തിനും പറഞ്ഞ ഉടനെ നീ അങ്ങനെ വലിച്ചോടിച്ചല്ലേ? ഒന്നുമില്ല, ഞാൻ നിന്നെ ഓർഡർ ചെയ്തേ. വിശക്കുന്നെന്ന് പറയാൻ മാത്രം താഴോട്ടിറങ്ങി വരണം. ബാക്കി എല്ലാത്തിനും നമ്മളെടുത്തിട്ട് കണ്ണും പിടിക്കുന്നില്ലേ? ആരുടെ എന്റെ ബ്രൈറ്റ്നസ് ഒക്കെ? അപ്പൊ തിമിരവും പിടിച്ചു. ഇവരെ പിടിച്ചു നിന്റെ ഡാഡിക്ക്. ആ പറ, എന്ത് കണ്ട കഴിക്കാൻ? എന്താ ഉള്ളത് നോക്കിയേ. കഴിക്കാൻ ഇപ്പൊ ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഒരു 3 ചപ്പാത്തിയും ഒരു ബീഫ് ഫ്രൈയും പറ. ശരി, ചപ്പാത്തിയും. പിന്നെ ചപ്പാത്തി റെഡിമെയ്ഡ് ആണ് എനിക്ക് വേണ്ട കേട്ടോ. അയ്യോ, റെഡിമെയ്ഡ് അല്ല, നിനക്ക് വേണ്ടി പ്രത്യേക ഷീമാട്ടിൽ നിന്ന് തുണി എടുത്ത് ഏൽപ്പിച്ചു തരാം. അല്ലെങ്കിൽ എല്ലായിടത്തും റെഡിമെയ്ഡ് ചപ്പാത്തി കിട്ടത്തും, അതാദ്യം മനസ്സിലാക്കി. 3 ചപ്പാത്തി, ഒരു ബീഫ് ഫ്രൈ, 2 പൊറോട്ട, ഒരു മുട്ടക്കറി, ഒരു ചായ കിടക്കണ്ട. ചായ വേണ്ടല്ലോ? പിന്നെ ബൂക്കുന്ന അവിടെ കിടന്നു മതി, എൻ്റെ പൈസ ഒന്നുമില്ല. പിന്നെ ജീവിതത്തിൽ നിനക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ? നിന്റെ പൊന്നീശ്വര, നിന്റെ കൂടെ തന്നെ നടക്കുന്ന റിസ്ക് അല്ലേ? അതല്ല, വീട്ടിൽ നിന്ന് അമ്മച്ചി കറണ്ട് ബില്ല് അടയ്ക്കാൻ 1000 രൂപ വന്നിട്ടുണ്ട്. അത് നമ്മളെടുത്ത് മറിക്കുന്നു ഒരു ദിവസത്തേക്ക്. എന്റെ അമ്മച്ചി ഇല്ലേ കൊല്ലും. ആ 1000 രൂപയ്ക്ക് നമ്മൾ ലോട്ടറി എടുക്കുന്നു. അപ്പാ കാശ് പോയി. കരിനാക്ക് വളച്ച് ഇപ്പളേ പറഞ്ഞ് 20 ടിക്കറ്റ് എടുക്കുന്നു. അത് ഏതെങ്കിലും ഒരു 2 ടിക്കറ്റ് 5000 വെച്ചടിച്ച് 10000 രൂപ ആയില്ലേ? അടിച്ചില്ലെങ്കിലോ? ഉള്ള കാശ് പോയില്ലേ? 500 തന്നാ മതി. ശരി, 5000 വെച്ച് പോയ 500. കിട്ടിയ 5000. നീ കേരള സർക്കാരിന്റെ നല്ല കമ്മീഷൻ വല്ല വാങ്ങിച്ചാ ലോട്ടറി എടുത്ത്? നിന്റെ പറച്ചിലായിട്ടാ തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കുവന്ന്. ആകെ 4-3-7 പേര് കാണുന്നുണ്ട്, 2 കമന്റും. അത് ഒന്ന് നിന്റെയും ഒന്ന് എന്റെയും. ഞാൻ പോവാ. വിശക്കുന്നില്ലേ? ഫുഡ് വരും ഇപ്പൊ. കഴിച്ചു കഴിഞ്ഞിട്ട് പോയാലോ? കഴിച്ചു കഴിഞ്ഞിട്ട് പോയി എടുക്കാം. എന്നാലും ഒന്ന് ആലോചിക്കണം ടിക്കറ്റ് എടുക്കണമെന്ന്.